കൊച്ചിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാർ കത്തിനശിച്ചു. പാലാരിവട്ടത്താണ് അപകടമുണ്ടായത്. ഇതേ തുടർന്ന് പ്രദേശത്ത് വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത്. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. രാത്രി 7:15 കൂടിയായിരുന്നു സംഭവം. ആലുവ ഭാഗത്ത് നിന്ന് വരുമ്പോൾ പാലാരിവട്ടം മെട്രോ സ്റ്റേഷൻ എത്തുന്നതിന് തൊട്ട് മുൻപാണ് ഈ കാർ കത്തിയത്. തൃക്കാക്കര സ്വദേശിയായിട്ടുള്ള സുനോജ് എന്നയാളുടെ കാറായിരുന്നു. സുനോജാണ് വാഹനം ഓടിച്ചിരുന്നത്. ബൈക്ക് തൊട്ട് ഓവർടേക്ക് ചെയ്ത് വരുന്നത് കണ്ടു. ബൈക്കുകാരാണ് ഇങ്ങനെ കാറിൽ തീ പടരുന്ന വിവരം ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഏതാണ്ട് ഈ ഭാഗത്ത് നിന്നാണ് തീ ഉയർന്നത്. ഉടൻ തന്നെ ഈ സുനോജ് വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ചാടി ഇറങ്ങുകയായിരുന്നു. ക്ഷണനേരം കൊണ്ട് തന്നെ കാർ ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിച്ചു എന്ന് തന്നെ പറയാം. വലിയ തിരക്കേറിയ റോഡാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം ഈ മേഖലയിൽ ആ സമയത്ത് ഉണ്ടായി. നാട്ടുകാരൊക്കെ തന്നെ ഈ പ്രദേശത്തെ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അതെ, തീപിടുത്തം ഉണ്ടായി ഏകദേശം ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമ്മളിവിടെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റൻസിൽ നിന്നാണ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഡ്രൈവർ അദ്ദേഹം ചെരുപ്പൊന്നുമില്ലാതെ അവിടെ നിൽക്കണുണ്ടു. പക്ഷേ വളരെ മനസാന്നിധ്യത്തോടുകൂടെ നിന്ന് ഇതിലേറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടി കത്തുമ്പോൾ ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടാണെങ്കിൽ വലിയ അപകടം ഉണ്ടായത്. ഇതിന് വളരെ വ്യക്തമായിട്ടുള്ള ആളുകൾ, ഒരു ബൈക്കുകാരൻ, ഒരു ചേട്ടൻ ആണിത് പറഞ്ഞ് കത്തണ കണ്ടിട്ടുണ്ടെന്ന്. അപ്പോൾ തന്നെ പുള്ളി സംഗതി സീറ്റ് ബെൽറ്റൊക്കെ റിമൂവ് ചെയ്ത് ചാടി ഓടുമായിരുന്നു. ഒരു ഡിസ്റ്റൻസിൽ ആളുകളെല്ലാം ഒതുങ്ങി നിന്നു. അപ്പോൾ അവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഈ ആലു ഭാഗത്തേക്ക് വന്ന വണ്ടികളെല്ലാം നമുക്ക് അവിടെ പാലാരിവട്ടം ജംഗ്ഷനിൽ അവിടെ വന്ന് പോലീസ് ബ്ലോക്ക് ചെയ്തു. ഇവിടെയാണെങ്കിൽ ഒരു 50 മീറ്റർ ആളുകൾ തള്ളിയാൽ നിന്ന്. അതുകൊണ്ട് വലിയൊരു അപകടം ഉണ്ടാവാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. കാറ് ഏതാണ്ട് പൂർണ്ണമായി തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തിയാണ് തീ അണച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള പരിശോധന ഉണ്ടാകും. 7 വർഷമായി അദ്ദേഹം ഈ വാഹനം എടുത്തിട്ട് എന്നതാണ് നമ്മളോട് നേരത്തെ വ്യക്തമാക്കിയത്. കാർ ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിച്ച സ്ഥിതി തന്നെയാണ് ഉള്ളത്. ആ വേഗത്തിൽ തന്നെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞു. ആ ബൈക്കുകാർ ഇങ്ങനെ തീ പടർന്നു എന്നത് ശ്രദ്ധയിൽപ്പെടുത്തിയത് അനുഗ്രഹമായി. വേഗത്തിൽ തന്നെ വണ്ടി ഓടിച്ചിരുന്ന സുനോജിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം എസ് രാജൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.